നമുക്കിനി ഒരു ജോബ് ഓഫർ പോലും ഇല്ലാണ്ട് ഇനി ഈ താഴെ പറയുന്ന 11 രാജ്യങ്ങളിലേക്കും ഒരു ജോലിക്കായിട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ ഇങ്ങനെ ഈ ഒരു വിസയിൽ പോകാനായിട്ട് നമുക്ക് യാതൊരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റൊന്നും നമുക്ക് ആവശ്യമില്ല. IELTS, TOEFL, OET, PT അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ലാംഗ്വേജ് ടെസ്റ്റോ ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ വിസ കോസ്റ്റിലാണ് കേട്ടോ നമുക്ക് ഈ ഒരു രാജ്യങ്ങളിലേക്കൊക്കെ ഒരു ജോലിക്കായിട്ട് പോകാൻ പറ്റുക. ആക്ച്വലി നമുക്കറിയാം, ഒരു പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു രാജ്യത്തു നിന്നൊക്കെ ഒരു ജോബ് ഓഫർ കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ വിചാരിക്കുന്ന ആളുകൾക്ക് പ്രയോജനപ്പെടുത്താവുന്ന ഒരു വിസയാണ് ഈ ഒരു ജോബ് സീക്കർ വിസ എന്ന് പറയുന്നത്. ഞാനൊരു 11ഓളം രാജ്യങ്ങളിലേക്ക് ഈ ഒരു ജോബ് സീക്കർ വിസ വഴി എത്തിപ്പെടാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോണത്. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ഒരു വർഷം ഏതൊക്കെയാണ് ജോബ് സീക്കർ വിസ കൊടുക്കണമെന്നുള്ളതും അതിൻ്റെ കാര്യങ്ങളുമാണ് പറയാൻ പോണത്. സോ ഇതിൻ്റെ ബെനിഫിറ്റ്സ്, റിക്വയർമെൻറ്റ്സ്, പിന്നെ ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതിൻ്റെയൊക്കെ കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ കിട്ടാനായിട്ട് മുഴുവൻ വീഡിയോ കാണാൻ ശ്രമിക്കുക. എന്താണെന്ന് നോക്കാം. Hi everyone, it's me Shyam and this is Wayfarer Insights. ഓക്കെ, ഇനി ഏതൊക്കെ രാജ്യങ്ങളെന്ന് ഞാൻ പറഞ്ഞുതരാം. ജർമ്മനി, ഓസ്ട്രിയ, സ്വീഡൻ, UAE, പോർച്ചുഗൽ, അതുപോലെ തന്നെ യുണൈറ്റഡ് കിങ്ഡം, ഫ്രാൻസ്, ഫിൻലാൻഡ്, നെതർലാൻഡ്, ഡെൻമാർക്ക്, അതുപോലെ തന്നെ സ്പെയിനും. ഇതൊക്കെയാണ് ഈ ഒരു 11 രാജ്യങ്ങൾ വരുന്നത്. നമുക്കിനി ഓരോ രാജ്യങ്ങളുടെയും നോക്കി നോക്കാം. ആക്ച്വലി ഈ ഒരു ജർമ്മനിക്ക് ഒരു ജോബിന് പോകാൻ വേണ്ടി 2 രീതിയിൽ വരുന്നുണ്ട്. ഒന്ന് ജർമ്മനി ജോബ് സീക്കർ വിസ എന്നും പിന്നെ രണ്ടാമത്തെ ജർമ്മനി ഓപ്പർച്യൂണിറ്റി കാർഡ്. ഇത് രണ്ടും ജോബ് സീക്കേഴ്സ് വിസേൻ്റെ ഇതിൽ പെടുന്നതന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ജർമ്മനി ജോബ് സീക്കർ വിസേൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡിഗ്രി വേണം കേട്ടോ ഈ ഒരു ജോബ് സീക്കർ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും റിക്വയർസ് വൊക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് വേണ്ടി വരും. പിന്നെ നമുക്കൊരു ജോബ് ഓഫർ ഒന്നും വേണ്ട. അതുപോലെ തന്നെ സ്റ്റേ ഡ്യൂറേഷൻ വരുന്നത് 6 മാസമാണ് നമുക്ക് ഈ ഒരു വിസയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റുക. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ വിസ കോസ്റ്റ് ഇവർ പറയുന്നത് 75 യൂറോ ആണ്. അതായത് വെറും 6693 രൂപയാണ് INR ഇന്ത്യൻ മണി ആയിട്ട് വരുന്നത്. സോ ഇത്രയും കുറഞ്ഞൊരു ചിലവിൽ അവിടെ എത്തിച്ചേരാൻ പറ്റുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. പിന്നെ ജർമ്മൻ ലാംഗ്വേജോ ഒന്നും വേണമെന്ന് പറയണില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ജർമ്മനി ജോബ് സീക്കർ വിസ. ഞാൻ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ആൾറെഡി ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മേലെ ഐ ബട്ടണിലും അതുപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുക്കാം. നിങ്ങളത് ചെക്ക് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ജർമ്മനീൻ്റെ തന്നെ രണ്ടാമത്തെ ജോബ് സീക്കർ വിസ എന്നുള്ളതിൽ വരുന്നതാണ് ജർമ്മനി ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറയുന്നത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിലും ഒരു അനദർ ടൈപ്പ് ജോബ് സീക്കർ വിസ തന്നെയാണ്. ബട്ട് ഇത് നമുക്ക് 1 ഇയർ വാലിഡ് ആണ്. ഒരു വർഷം നമുക്കിതിൽ നിൽക്കാൻ പറ്റും. മറ്റേതാണെന്നുണ്ടെങ്കിൽ 6 മാസമാണ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റേതിനെ പോലെ തന്നെ ഈ ഒരു വിസയിൽ പോവുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് അവിടെ പോയിട്ട് നമുക്കൊരു ജോലി നേടാനൊക്കെ സെർച്ച് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. പിന്നെ ഈ ഒരു ജർമ്മനി ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറയുന്നത് ഒരു പോയിന്റ് ബേസ്ഡ് സിസ്റ്റത്തിലാണ് കേട്ടോ വരുന്നത്. ഓക്കെ, ഈ ഒരു ജർമ്മനി ഓപ്പർച്യൂണിറ്റി കാർഡിൻ്റെയും ഫുൾ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മേലെ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും അതിൻ്റെ ലിങ്ക് കാണാൻ പറ്റും. അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇനി രണ്ടാമത്തെ ജോബ് സീക്കർ വിസ വരുന്നത് ഓസ്ട്രിയ ജോബ് സീക്കേഴ്സ് വിസയാണ്. ഈ ഒരു ഓസ്ട്രിയ ജോബ് സീക്കർ വിസ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു പേരിലും, അതായത് റെഡ് കാർഡ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഇതും ഹൈലി ക്വാളിഫൈഡ് പ്രൊഫഷണൽസിന് കേട്ടോ, അവർക്ക് ഇവിടെ ജോലി നോക്കാനുള്ളതാണ്. ഇതും ഒരു പോയിന്റ് ബേസ്ഡ് സിസ്റ്റത്തിലാണ് ആക്ച്വലി വരുന്നത്. അതുപോലെ തന്നെ ഒരു ജോബ് ഓഫർ അവിടെ എത്തിച്ചേരാൻ ഒരു ജോബ് ഓഫർ ഒന്നും വേണ്ട. ഇതിൻ്റെ സ്റ്റേ ഡ്യൂറേഷൻ അവിടെ നമുക്ക് ഒരു 6 മാസം നമുക്ക് ഈ ഒരു വിസയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ വിസ കോസ്റ്റ് ആയിട്ട് 150 യൂറോ ആണ് വരുന്നത്. അതിപ്പോൾ ഇന്ത്യൻ മണി പറയുകയാണെന്നുണ്ടെങ്കിൽ 13,386 രൂപയെ വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ സെലക്ഷൻ മെത്തേഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോയിന്റ് ബേസ്ഡ് സിസ്റ്റമാണ്. ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. മേലെ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും ഇതിൻ്റെ ലിങ്ക് ഉണ്ട്. ഇതിൻ്റെ ഫുൾ വീഡിയോൻ്റെ ലിങ്ക് ഉണ്ട്, അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. പിന്നെ മൂന്നാമത്തെ പറയുന്നത് UAEൻ്റെയാണ് കേട്ടോ, UAE ജോബ് സീക്കർ വിസ. ഈ ഒരു ജോബ് സീക്കർ വിസയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 60 ദിവസം അല്ലെങ്കിൽ 90 ദിവസം, 180 ദിവസം, ഇങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഇതിലും പോകാനായിട്ട് ജോബ് ഓഫർ വേണ്ട. അതുപോലെ തന്നെ ഒരു ഡിഗ്രി എന്തായാലും ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. മേലെ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും ഇതിൻ്റെ ഫുൾ വീഡിയോൻ്റെ ലിങ്ക് ഉണ്ട്, അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ, ഇനി നാലാമത്തെ ജോബ് സീക്കർ വിസ പറയുന്നത് പോർച്ചുഗൽ ജോബ് സീക്കർ വിസയാണ് കേട്ടോ. ഈ ഒരു പോർച്ചുഗൽ ജോബ് സീക്കർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ജോബ് സീക്കർ വിസയാണ് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 11 ജോബ് സീക്കർ വിസയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ജോബ് സീക്കർ വിസയാണ് പോർച്ചുഗലത്തെ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 6 മാസത്തിനാണ് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുക. ഈ ഒരു വിസയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നമുക്കൊരു ജോലി കണ്ടെത്തണം. ദെൻ നമുക്കൊരു റെസിഡൻസ് പെർമിറ്റിന് അപ്ലൈ ചെയ്യാനും പറ്റുമെന്ന് ഇവർ പറയുന്നുണ്ട്. നമുക്ക് ജോബ് ഓഫർ വേണ്ട. അതുപോലെ തന്നെ സ്റ്റേ ഡ്യൂറേഷൻ 180 ദിവസം. പിന്നെ വിസ കോസ്റ്റ് 75 ആണ് കേട്ടോ പറയുന്നത്, 75 യൂറോ.
€75 എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വെറും 6,693 രൂപയാണ് വരുന്നത്. അത്രേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ പോർച്ചുഗൽക്ക് ജോബ് സീക്കർ വിസ ആണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ വീഡിയോൻ്റെ ലിങ്ക് മേലെ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും, അത് ചെക്ക് ചെയ്യുക. ഇനി അഞ്ചാമത്തെ ഒരു ജോബ് സീക്കർ എന്ന് പറയുന്നത് സ്വീഡൻ ജോബ് സീക്കർ വിസയാണ് കേട്ടോ. ഈ ഒരു സ്വീഡൻ ജോബ് സീക്കർ വിസ 2022 മുതൽ ഇവർ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 9 മാസം വരെ നമുക്ക് അവിടെ ജോലി നേടാനും അവിടെ നമുക്ക് നിൽക്കാനൊക്കെ പറ്റും. ജോബ് ഓഫർ നമുക്ക് വേണ്ട, 9 മാസം നിൽക്കാൻ പറ്റും. അതുപോലെ തന്നെ വിസ കോസ്റ്റ് ആയിട്ട് €190 ആണ് പറയുന്നത്. അതായത് INR-ലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 16,956 രൂപയാണ് വരുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ സാധാരണ അവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഏജൻസി വഴിയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5-6 ലക്ഷം 7 ലക്ഷത്തോളം രൂപ നമുക്ക് ചിലവ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പൈസയും കൊണ്ടൊക്കെ അവിടെ എത്തിപ്പെടാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നല്ലൊരു അവസരം തന്നെയാണ്. അതുപോലെ തന്നെ ഒരു ഡിഗ്രി എന്തായാലും, ഒരു അഡ്വാൻസ് ഡിഗ്രി എന്തായാലും വേണമെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാതെ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇനി ആറാമത്തെ ഒരു ജോബ് സീക്കർ വിസ എന്ന് പറയുന്നത് UK-ൻ്റെയാണ് കേട്ടോ. ഇതറിയപ്പെടുന്നത് UK ഹൈ പൊട്ടൻഷ്യൽ ഇൻഡിവിജ്വൽ വിസ, HPI വിസ എന്നറിയപ്പെടുന്നുണ്ട്. ഈ ഒരു വിസയിൽ ഇൻ്റർനാഷണൽ അപ്ലിക്കൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 2 അല്ലെങ്കിൽ 3 വർഷം വരെ നമുക്ക് ഈ ഒരു വിസയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റും. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അത് ചെക്ക് ചെയ്യുക. ഇനി ഏഴാമത്തെ ഒരു ജോബ് സീക്കർ വിസ പറയുന്നത് സ്പെയിനാണ് പറയുന്നത്. ഈ ഒരു സ്പെയിനിൽ ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ആളുകൾക്ക് ഇവിടുത്തെ ജോബ് സീക്കർ വിസ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് സീക്കിംഗ് റെസിഡൻസി പെർമിറ്റ് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ജോബ് സീക്കർ വിസേൻ്റെ ഒരു ഡ്യൂറേഷൻ വരുന്നത് 1 വർഷം മുതൽ 2 വർഷം വരെ നമുക്ക് ഈ ഒരു രാജ്യത്ത് ഒരു ജോബ് സീക്കർ വിസയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നിൽക്കാൻ പറ്റുമെന്ന് ഇവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പബ്ലിക് അല്ലെങ്കിൽ പ്രൈവറ്റ് മെഡിക്കൽ ഇൻഷുറൻസും ഒപ്പം പിന്നെ നിങ്ങളുടെ ഈ ഒരു കോഴ്സിൽ ലെവൽ 6 പാസ്സായിരിക്കണം എന്ന് അവർ പറയുന്നുണ്ട്. ഈ ഒരു സ്പെയിനിക്ക് എങ്ങനെയാണ് ജോബ് സീക്കർ വിസയിൽ എത്തിപ്പെടാൻ പറ്റുക എന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അടങ്ങിയ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുക, അത് ചെക്ക് ചെയ്യുക. ഇനി എട്ടാമത്തെ ഒരു ജോബ് സീക്കർ വിസ ഏത് നോക്കി നോക്കാം. ഡെൻമാർക്കാണ് കേട്ടോ പറയുന്നത്. യൂറോപ്പിലേക്കുള്ള നിങ്ങളുടെ യാത്ര എളുപ്പമാക്കുന്ന ഒരു രാജ്യമാണ് ഈ ഒരു ഡെൻമാർക്ക് എന്ന് പറയുന്നത്. അതായത് 6 മാസം വരെ നമുക്ക് ഈ ഒരു ജോബ് സീക്കർ വിസയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡെൻമാർക്കിൽ നിൽക്കാൻ പറ്റും. നമുക്ക് അവിടെ പോയിട്ട് ഒരു ജോബ് നോക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു വിസയിൽ നിങ്ങൾ എന്തെങ്കിലും ഇനി പഠിക്കാനും കൂടിയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ 20 മണിക്കൂർ വരെ മാത്രമേ നമുക്ക് ജോലി ചെയ്യാൻ പറ്റൂ. ഒരു പാർട്ട് ടൈം ജോബ്സൊക്കെ അവിടെ ചെയ്യാൻ പറ്റൂ. കാരണം ഈ ഒരു വിസേൻ്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് നമുക്ക് അവിടെ ഒരു ജോലി അന്വേഷിക്കുക എന്നുള്ളതാണ്. സോ ബാക്കിയുള്ള സമയങ്ങളിൽ നിങ്ങളവിടെ ജോലി അന്വേഷിക്കാൻ നോക്കുക. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അടങ്ങിയ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അത് ചെക്ക് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് ഏതാണെന്ന് നോക്കി നോക്കാം. അടുത്തത് ഫിൻലാൻഡാണ് കേട്ടോ വരുന്നത്. ഒരു ഫിൻലാൻഡിലേക്ക് ഒരു ജോബ് സീക്കർ വിസ വഴി എങ്ങനെ എത്തിപ്പെടാം എന്നുള്ളത് നോക്കി നോക്കാം. അതിനുമുമ്പ് ഒരു കാര്യം കൂടിയും പറഞ്ഞോട്ടെ, ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോസൊക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ ഇത്തരം ജോബ് ഓഫേഴ്സിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഫിൻലാൻഡ് ജോബ് സീക്കർ വിസ, ഫിൻലാൻഡ് റെസിഡൻസ് പെർമിറ്റ് ഫോർ ലുക്ക് ഫോർ വർക്കിൻ്റെ ഡീറ്റെയിൽസ് നോക്കി നോക്കാം. നമുക്ക് ഈ ഒരു വിസ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിൻലാൻഡിൽ ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഒരു റിസർച്ച് കംപ്ലീറ്റഡ് ഇൻ ഫിൻലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക, അത് ചെക്ക് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത രാജ്യം വരുന്നത് ഫ്രാൻസ് ആണ് കേട്ടോ വരുന്നത്. ഈ ഒരു ഫ്രാൻസ് ജോബ് സീക്കർ വിസ ജോബ് സീക്കർ ഓർ ന്യൂ ബിസിനസ് ക്രിയേറ്റർ റെസിഡൻസ് പെർമിറ്റ് എന്ന് അറിയപ്പെടുന്നുണ്ട്. ഈ ഒരു ജോബ് സീക്കർ വിസയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു ജോലി നോക്കാനും അതുപോലെ തന്നെ യുവർ ഓൺ കമ്പനി നമുക്കവിടെ സ്റ്റാർട്ടപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നവർ പറയുന്നുണ്ട്. ദിസ് പെർമിറ്റ് ഈസ് ഓൺലി അവൈലബിൾ ഫോർ ദോസ് ഹു ഹാവ് ഗ്രാജുവേറ്റഡ് ഫ്രം എ ഫ്രഞ്ച് യൂണിവേഴ്സിറ്റി. ഒരു ഫ്രഞ്ച് യൂണിവേഴ്സിറ്റിയിൽ നിന്നിട്ട് ഒരു ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്ക് മാത്രമേ ഉള്ളൂ ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക്സൊക്കെ ഞാൻ താഴെ പ്രൊവൈഡ് ചെയ്യുക, നിങ്ങളത് ചെക്ക് ചെയ്യുക. ഓക്കെ, ഇനി 11ാമത്തെ വരുന്നത് നെതർലാൻഡ് ജോബ് സീക്കർ വിസയാണ് കേട്ടോ. ഇതറിയപ്പെടുന്നത് റെസിഡൻസ് പെർമിറ്റ് ഫോർ ഓറിയൻറ്റേഷൻ ഇയർ എന്നും നമ്മളിത് അറിയപ്പെടുന്നുണ്ട്. 1 വർഷമാണ് ഈ ഒരു ജോബ് സീക്കർ വിസേൻ്റെ ഒരു വാലിഡിറ്റി ആയിട്ട് വരുന്നത്. ഈ ഒരു വർഷത്തിൽ നമുക്കവിടെ ഒരു ജോലി കണ്ടെത്താനും അവിടെ ജോലിക്ക് കയറാനൊക്കെ പറ്റും. ഓക്കെ, ഞാൻ എന്തായാലും ഈ ഒരു നെതർലാൻഡിക്ക് ഒരു ജോബ് സീക്കർ വിസേൻ്റെ കാര്യങ്ങളും അതിൻ്റെ ഫുൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞൊരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാതെ നിങ്ങൾ ചെക്ക് ചെയ്യുക, ആവശ്യമുള്ള ആളുകളൊക്കെ അപ്ലൈ ചെയ്യുക. സോ ഇതൊക്കെയാണ്, അല്ലെങ്കിൽ ഈ ഒരു രാജ്യങ്ങൾക്കൊക്കെയാണ് ഈ ഒരു ജോബ് സീക്കർ വിസയിൽ നമുക്ക് പോകാൻ പറ്റുക. പിന്നെ ഇവർ പറയുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു ജോബ് സീക്കർ വിസയിലാണെന്നുണ്ടെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു സ്ട്രോങ് റെസ്യൂമേ അതുപോലെ തന്നെ ഒരു കവർ ലെറ്റർ ഉണ്ടാക്കുക എന്ന് പറയുന്നുണ്ട്.
അതായത് ഒരു യൂറോപ്പ CV തന്നെ അല്ലെങ്കിൽ ആ ഒരു CV ഫോർമാറ്റിൽ തന്നെ ഉണ്ടാക്കണം എന്നാണ് ഇവർ പറയുന്നത്. ഒരു യൂറോപ്പിക്ക് ഒരു ജോലി നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു യൂറോപ്പ CVയിൽ അല്ലെങ്കിൽ ആ ഒരു ഫോർമാറ്റിൽ ഉണ്ടാക്കാൻ നോക്കുക. അതുപോലെ തന്നെ ബി പേഷ്യൻ. നമ്മളിപ്പോൾ ഈ ഒരു ജോബ് സീക്കർ വിസേൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3 മാസമാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് ടൈം ആയിട്ട് വരുന്നത്. നമുക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ജോബ് സീക്കർ വിസ കിട്ടും. അല്ല ഇതിപ്പോൾ നമുക്ക് ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും നമ്മൾ ട്രൈ ചെയ്യുക. സോ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പോവുകയാണെന്നുണ്ടെങ്കിലും നമ്മളങ്ങനെ വറീഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വീണ്ടും നമുക്കിതിന് അപ്ലൈ ചെയ്യാം. നമുക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും കിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻസൊക്കെ ഈ ഒരു ചാനലിൽ ഇനിയും വരുന്നതായിരിക്കും. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് പെട്ടെന്ന് കിട്ടാൻ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ദയവായിട്ട് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇനി എന്തായാലും അടുത്തൊരു ഇൻഫർമേഷനായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ആൻഡ് ഫൈനലി ഇറ്റ്സ് മീ ശ്യാം. ദിസ് ഈസ് വേഫറർ ഇൻസൈറ്റ്സ് ആൻഡ് ദിസ് ചാനൽ വോണ്ട് ഡിസപ്പോയിൻറ്റ് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.